പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഘാതം നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഇന്ധനവില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ കൂട്ടിയേക്കും. പാചകവാതക വില വർധനയെ തുടർന്ന് ഹോട്ടൽ ഭക്ഷണത്തിന്റെ വിലയും കൂടിയിട്ടുണ്ട്. കേറ്ററിംഗ്, ഹോസ്റ്റൽ മേഖലകളിലെല്ലാം പ്രതിസന്ധി നേരിടുകയാണ്. ഡൽഹിയിൽ നിന്നും ആർ അച്യുതൻ, കൊച്ചിയിൽ നിന്നും ലാൽകൃഷ്ണ, കോഴിക്കോട് നിന്നും വർഷ ഗിരീഷ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം അച്യുതനിലേക്ക് തരണം. അച്യുതൻ, ഇവിടെ നേരത്തെ ഇന്ധനവില വർധന ഉണ്ടാകുമെന്ന സൂചന വന്നപ്പോഴേക്കും കേന്ദ്ര സർക്കാർ പറഞ്ഞായിരുന്നു വ്യാജ വാർത്തകളെ വിശ്വസിക്കല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇന്ധനവില വർധനയുടെ സൂചന വരുമ്പോൾ കേന്ദ്രം അങ്ങനെ മിണ്ടുന്നില്ല. ഇന്ധനവില വർധന എന്നതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ലാൽ. അച്യുതൻ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. ഈ മാസം ആദ്യം മുതൽ കേൾക്കുന്നതാണ് ഇന്ധനവില വർധനവ് ഉടനെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ. എന്തായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, അതായത് ഈ ഡീസൽ, പെട്രോൾ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ വില വർധനവിലേക്ക് കടക്കണമോ, അല്ലെങ്കിൽ അത് അത്തരമൊരു വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് സാധാരണക്കാർക്ക് എത്രത്തോളം പ്രഹരം ഏൽപ്പിക്കും എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. പെട്രോളിനും ഡീസലിനും 4 മുതൽ 5 രൂപ വരെ കൂട്ടാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരമൊരു നീക്കം നടത്തുന്നത്. എന്നാൽ ഗാർഹിക സിലിണ്ടറിലേക്ക് വരുമ്പോൾ അത് 50 രൂപ വരെ ഉയർത്താനുള്ള അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അത്രമേൽ പ്രതിസന്ധി സൃഷ്ടിക്കാത്ത തരത്തിലേക്ക് ഒരു വില വർധനവ് നടത്താനാണ് തീരുമാനിക്കുന്നത്. അതിന്റെ കാരണം എന്നുള്ളത് എണ്ണ കമ്പനികൾ ഇതിനോടകം വലിയ നഷ്ടമാണ് നേരിടുന്നത് എന്ന് എണ്ണ കമ്പനികൾ തന്നെ ഒരു ആശങ്ക ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടം എണ്ണ കമ്പനികൾ നേരിടേണ്ടി വന്നു. പ്രതിദിനം 1000 കോടി രൂപയുടെ നഷ്ടമാണ് എണ്ണ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ എണ്ണ കമ്പനികൾ സ്വാഭാവികമായും അത്തരമൊരു ആശങ്ക മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വില വർധനവ്, അല്ലെങ്കിൽ ഈ പെട്രോളിയം അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ വില ഉയർത്താനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത് തന്നെ. എന്തായാലും ഇന്നലെ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഇന്ധനത്തിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയില്ല എങ്കിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്ന കാര്യത്തിൽ വീണ്ടും അടിയുറച്ച് നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത്തരമൊരു പ്രതിസന്ധി നിലവിലില്ല എന്നുള്ള കാര്യം ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലും യോഗം ചേർന്ന് രാജ്യത്തെ ഇന്ധന ലഭ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, സാഹചര്യം എന്താണെന്നുള്ളത് വിലയിരുത്തി. അതിൽ രാജ്നാഥ് സിംഗ് തന്നെ നടത്തിയ ആഹ്വാനം എന്നുള്ളത് ഒരിക്കലും ജനങ്ങളൊരു പരിഭ്രാന്തരായി ആശങ്കപ്പെടേണ്ടതില്ല, ശാന്തരായി ഇരിക്കാനാണ് രാജ്നാഥ് സിംഗും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനോടകം അല്ലെങ്കിൽ അത്തരമൊരു ക്ഷാമത്തിലേക്ക്, ഇന്ധനക്ഷാമത്തിലേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അപ്പോഴും ഈ വിലക്കയറ്റം അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ വില ഉയർത്താനുള്ള കാര്യങ്ങൾ സജീവ പരിഗണനയിലാണ് എന്നത് മറ്റൊരു സത്യവുമാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ ഒരു വില വർധനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. നിലവിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കും കേന്ദ്ര സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുക. ഇതിനോടകം തന്നെ പല ഉൽപ്പന്നങ്ങളുടെയും എല്ലാം വില ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ധനവില വർധനവ് കൂടി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രാൻസിറ്റ് ചാർജ് അടക്കം ഉയരുന്ന സാഹചര്യമുണ്ടോ, അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു വില വർധനവിലേക്ക് ആയിരിക്കും രാജ്യം വീണ്ടും സാക്ഷ്യം വഹിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നിലവിലെ ഒരു സാമ്പത്തിക ഭദ്രത അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഹാഷ്മി, പ്രവിത. ശരി, അതാണ്. അപ്പോൾ ഇന്ധനവില വർധന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ആ ഇന്ധനവില വർധന 5 രൂപ വരെയൊക്കെ കൂടുമെന്നാണ് പറയുന്നത് പെട്രോളിനും ഡീസലിനും. അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് ചെറിയൊരു വർധനയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.